Hello everyone, it's Mulitis Kochikare Chaiti. Welcome back to my YouTube channel. So, ഇന്ന് നമ്മളുള്ളത് മരടിലാണ്. മരടിൽ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി പിക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ റീസെൻ്റ്ലി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സ്ക്രാപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളൊരു കസ്റ്റമർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓടിച്ച് പഠിച്ചൊരു ടാറ്റ ഇൻഡിക്ക പൊളിക്കാനായിട്ട് എടുക്കാമോ എന്നുള്ളത് ചോദിച്ചിട്ട്, അപ്പോൾ നമ്മൾ ആ വണ്ടി ഇപ്പോൾ എടുക്കാനായിട്ട് വന്നേക്കാണ്. ഇതിപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്. പക്ഷേ നിലവിൽ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ടിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോട്ടതേ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാവേ. ടാറ്റ ഇൻഡിക്കയുടെ എന്തെങ്കിലുമൊക്കെ പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. സീറ്റ് ഉണ്ട്, സ്റ്റിയറിങ്, അതുപോലെ തന്നെ മിറർ, ഡോറ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്, ബാക്ക് ഗ്ലാസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അപ്പോൾ നമ്മളുടെ ഓക്കെ പിക്കപ്പിനുള്ള നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രെയിനിൽ നമ്മൾ ഈ വണ്ടീനെ നമ്മൾ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ പിന്നെ ടയറൊക്കെ നോക്കിക്കോ. ടയർ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. വീല് മോശമാണ്, അതൊന്ന് ബെൻഡായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ഒന്ന് മങ്ങിയിട്ടുണ്ട്. അതൊന്ന് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് വലിയ വിഷയമില്ല, എന്നാലും ഒരു ചിന്നൽ വീണിട്ടുണ്ട്. ബഫ് ചെയ്തെടുത്താൽ മതി. ബാക്ക് നോക്കട്ടെ, പൊടിയുണ്ട്, കുറച്ച് പൊടിയുണ്ട്. ബാക്ക് സീറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഡിക്കേയുടെ സീറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഇതെന്തായാലും ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ നോക്കിയിട്ട് പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് പൊളിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഈ ഒരു നമ്മളിത് പൊളിക്കുമ്പോഴത്തേക്കും നമ്മൾ RC നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പൊളിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻഡിക്കേ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ പാർട്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. വിളിക്കണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, പിന്നെ പാർട്സ് ഇനിയിപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈപ്പറൊക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഡോറ്, വിൻഡോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ബാക്കി ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് ബാക്കി ഓക്കെ ആണോ കണ്ടീഷനാണോ എന്നൊക്കെ ഉള്ളത് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. പൊളിച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ഓക്കെ ആണോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ ഇത് കൊണ്ടുപോകാം. നമ്പറേരാ മൈക്ക് വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രെയിനിലൊക്കെ കൊണ്ടുപോകുന്ന കാണുന്നേ.
ഇവിടെ നിർത്തോ. അയ്യോ അതാ ചേട്ടൻ അയച്ചു കൊടുത്തു. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുവാണ് കേട്ടോ. അയ്യോ അവനോടൊന്നും ചോദിക്കായിരുന്നല്ലേ. സെക്കൻഡ് എടുത്തതല്ലേ ഇപ്പൊ നില. അപ്പൊ വേറെ ഫിനാൻസ് കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായില്ലല്ലോ. നിങ്ങ ഇവിടെ പഠിക്കാ വർക്ക് ചെയ്യുന്നു? ഏത് വ്ലോഗ് ചെയ്യണോ? ആ ഓക്കെ ഓക്കെ. ആ ആ ഓക്കെ. പേരെന്താപ്പോ? സ്റ്റുഡിയോക്ക് പേരെങ്ങനെ? ഹൗസ് ഓഫ് എ വോയ്സ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഡാൻസേഴ്സ് ആണോ? കാണിച്ചതിന്റെ പിന്നെ ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കണം.
ലോഡ് വന്നിട്ടുണ്ട്, ലോഡ് വന്നിട്ടുണ്ട്, ലോഡ് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ചക്കരപ്പറമ്പിലും വേണം, മണ്ടന്മാരെ അവിടെ കൊണ്ട് വെക്കണോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത്. സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ട് ഗൈസ്, അപ്പം എൻ്റെ ആദ്യത്തെ സ്ക്രാപ്പിൻ്റെ ഡീല്, അതും കാറ് ഇന്ത്യക്ക അങ്ങനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഷോപ്പിൽ എത്തിച്ചു. അതെ, അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇപ്പേ അവിടെ ഒന്ന് ബ്ലോക്ക് ആയേക്കണാണ്. അപ്പം അതുകൊണ്ടിട്ട് അത് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കണാണ്. കാരണം ഇവിടെ മൊത്തം ബ്ലോക്ക് ആകും. അതാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുവാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗൈസ്. വണ്ടി പോയി പിക്ക് ചെയ്യണത്, നോക്കണത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചേട്ടന്മാരൊക്കെ കൂടെ എല്ലാം ഊരിയെടുത്ത് നമ്മുടെ വണ്ടീനെ അങ്ങനെ താഴ്ത്തിറക്കാൻ പോവാണ്. ഭാഷ എനിക്ക് മനസ്സിലാവാത്ത. അതെ, പാക്കോ പാവങ്ങള്, ദൈവമേ.
അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ ഇത് പൊളിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. സോ ടാറ്റ ബൈ ബൈ. അതെ അതെ, ഈ ചേട്ടനാണ് എന്റെ സാരഥി.